നാരായണ നാരായണ നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദശമസ്കന്ധം ഉത്തരാർത്ഥം 87-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം, ശ്രുതിഗീതയിലെ 28-ാമത്തെ ശ്ലോകം. 28 തത്വങ്ങളെ പറയണു എന്നാണ് പറയുക. അതിൻ്റെ മുഴുവൻ വ്യാഖ്യാനം അത്ര എളുപ്പമല്ല, ഭാഷയ്ക്ക് തന്നെ വ്യത്യാസമുണ്ട്. ഏതായാലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഇന്നത എന്ന് പ്രത്യേകമില്ല, എല്ലാം ഈ ശ്രുതിഗീതയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. ഭാഗവതത്തിലെ കഥകളെ മുഴുവൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ശ്ലോകവുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ ഒരു വിന്യാസം. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല, വാച്യാർത്ഥം മാത്രം. അതും വ്യാഖ്യാനങ്ങളിൽ കണ്ടത് ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞത് ഗോപാലൻ നായരും അതേപോലെ മറ്റു പുസ്തകങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ എടുത്തിട്ട് പറയണു എന്ന് മാത്രം, എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ അതിൽ നമുക്കത് ഒടുക്കത്തെ ശ്ലോകം കേൾക്കാം. ബ്രഹ്മേതി ഭഗവാനിധി, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിധി ശബ്ദതേ എന്ന് ഭാഗവതം തുടക്കത്തിൽ പറയുന്നുണ്ട്. ഭഗവാനാണ് സർവം എന്ന് സമർത്ഥിക്കുകയാണ്. ഈ വേദങ്ങളും അത് ഒടുക്കം പറഞ്ഞ് സമർത്ഥിക്കണം. ഇൻഫിനിറ്റി, അനന്തത, മാക്സിമം, ഇത്ര എന്ന് പറയാൻ നിവൃത്തിയില്ല. അതിൽ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ചുറ്റും പൊടികൾ ഇങ്ങനെ പാറിപ്പറക്കും. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉച്ഛ്വാസവായുവിൽ പുറമേക്ക് വരുന്നത്, അതിൽ എന്താ എന്ന് പോലും നമുക്കറിയില്ല. എത്ര പൊടിയുണ്ട്, എത്ര ഈർപ്പുണ്ട്, ഒന്നും നമുക്കറിയില്ല. നമ്മുടെ നാലുപുറം നടക്കുന്ന ഈ പലതും ഉണ്ടല്ലോ, കാണാൻ പറ്റാത്തതായിട്ടുള്ളത്, അതെത്ര നമുക്കറിയില്ല. നമ്മുടെ നാലുപുറത്താ, പറഞ്ഞൊരു കാര്യമില്ല. നമ്മിൽ നിന്നും ഉണ്ടായതാണ് ചിലതൊക്കെ, അതുപോലും നമുക്കറിയണില്ല. അപ്പോൾ ഈശ്വരൻ്റെ ഈ ഒരു ബ്രഹ്മാവസ്ഥയിലുള്ള ഈ ഭാവം ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം അത് ഓരോ രോമകൂപങ്ങളിൽ ഈ ബ്രഹ്മാണ്ടങ്ങൾ എങ്ങനെ ഉണ്ടാവണു, ഒരു നിമിഷം നിൽക്കണു, അത് ലയിക്കണു. അങ്ങനെ എത്ര ബ്രഹ്മാണ്ടങ്ങൾ, എത്ര കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല. അതും ഒരു ആലിലകൃഷ്ണൻ്റെ രോമകൂപത്തിൽ നിന്നാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് അവസാനിക്കാതെ സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ഇൻഫിനിറ്റിയാണ്, അനന്തം എന്നേ പറയാൻ നിർത്തിയുള്ളൂ. അത് വേദം സമർത്ഥിച്ചു. അതാണ് 28-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. പുറമേ എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മളെ ബാധിക്കില്ല. എന്തൊക്കെ ഉപേക്ഷിച്ചാലും വേണ്ടതിനെ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ, വേണ്ടതിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഭഗവാങ്കൽ എത്താൻ സാധിക്കില്ല. ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷമാണ് ആ ഭഗവാനെ നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. ജ്ഞാനിക്കും ഭക്തനും മാത്രം അവിടേക്ക് എത്താൻ സാധിക്കും. എളുപ്പമല്ല. അതിനെ ഒന്ന് സമർത്ഥിക്കുകയാണ്, അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആ സ്തുതി. ഭാഗവതത്തിൽ ബ്രഹ്മാവിൻ്റെ ഒരു സ്തുതിയുണ്ട്, സൃഷ്ടി പ്രകരണത്തിൽ. ജ്ഞാതോസിമേനു എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. അവസാനം ഭഗവാനെ കുറിച്ചിട്ട് പറഞ്ഞത് മതിയേയില്ല, ഇനിയും പറയാനുണ്ടല്ലോ എന്ന് ഖിന്നമാനസനായിക്കൊണ്ട് ഈ സ്തുതി നിർത്തി. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു. ഒരു ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് ഭഗവാന്റേതായിട്ടുള്ള തത്വങ്ങളെ, ഭഗവത്വത്തെ ഒക്കെ പറഞ്ഞു കൊടുത്തു. സൃഷ്ടിച്ചോളൂ, അതിൽ എല്ലാം അങ്ങയാൽ സൃഷ്ടിക്കപ്പെടും. അങ്ങനെയാണ് ജനങ്ങൾ കരുതുക. ഞാൻ ഉണ്ടാക്കിയതാണ്, എല്ലാം ഞാനേ ഉള്ളൂ, അങ്ങും ഞാൻ തന്നെയാണ്, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി ഞാൻ എല്ലാം കൂടിയിട്ട് എന്നിലാണ് ലയിക്കുക, ബാക്കിയും ഞാൻ തന്നെയാണ്. ഇങ്ങനെ ഒരു ബ്രഹ്മാവസ്ഥയാണ് അവിടെ പറഞ്ഞു കൊടുത്തത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഭഗവാനല്ല പറയണത്, വേദങ്ങളാണ് പറയണത്. അങ്ങനെ ഭഗവാനെ ഉദ്ബോധിപ്പിക്കുക, ഭഗവാനെ ഉണർത്തുക. അപ്പോൾ ഈ ശ്രുതികൾ ഭഗവാനെ ഉണർത്തുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമ്മിലുള്ള ജീവചൈതന്യത്തെ ഉണർത്തിയിട്ട് പരമാത്മാവുമായിട്ട് യോജിപ്പിച്ചോളൂ എന്ന് ഒരു വ്യംഗ്യാർത്ഥം ഇവിടെ വരും. നമുക്കത് കേൾക്കാം. ഓം ദ്യുപതയ ഏവ തേ നയയുരന്തമനന്തതയാ
ത്വമപി യദന്തരണ്ഡ നിചയാ നനു സാവരണ കൈവരജാംസി വാന്തി വയസാ സഹ യശ്രുതയസ്ത്വയി ഹി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാ. അതിൻ്റെ പദച്ഛേദം ദ്വിപതയാ ഏവ. ദ്വിപതികൾ എന്ന് വെച്ചാൽ ദ്വിപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷം. അപ്പോൾ ഊർധ്വലോകങ്ങൾ എന്ന് സാരം. ഊർധ്വലോകങ്ങൾ എന്ന് വെച്ചാൽ ദേവലോകങ്ങൾ. ദേവലോകത്തിൻ്റെ അധിപതികൾ, അഷ്ടദിക്പാലകന്മാർ, അധിഷ്ഠാന ദേവതകൾ, ഗണാധിപന്മാർ, ഇങ്ങനെയാണ് ദേവഗണ അധിപന്മാർ. അപ്പോൾ സ്വർഗാധിപതികൾ തേ അങ്ങയുടെ യയു, അങ്ങയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല, അങ്ങയെ അറിയാൻ സാധിക്കില്ല, അങ്ങയുടെ അനന്തതയെ അവിടേക്ക് എത്താൻ സാധിക്കില്ല. അന്തം അവസാനത്തെ അനന്തതയ അന്തമില്ലായക കാരണം കൊണ്ട് ത്വം അഭി അവസാനമില്ലാത്തത് കൊണ്ട് ഭഗവാനെ അങ്ങും യത് അന്തര ഏതൊരു അങ്ങയുടെ ഉള്ളില് അന്തര ഉള്ളില് അണ്ഡ നിചയാഹ എത്ര ബ്രഹ്മാണ്ടങ്ങളുണ്ട്, എത്ര ബ്രഹ്മാണ്ട സമൂഹങ്ങളുണ്ട് പറയാൻ നിർത്തിയില്ല, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. നനു അത് ഉറപ്പാണ്. സ ആവരണാഹ കാരണം ഇതൊരു ആവരണത്തോട് കൂടിയിട്ടാണ്, ഒരു മായയുണ്ട്, മുഴുവനെ അറിയാൻ സാധിക്കില്ല എന്നുള്ള അത്രയും ബൃഹത്താണ്, അതുകൊണ്ട് ആർക്കും അറിയാൻ സാധിക്കില്ല. ഖേ ഈ ആകാശത്തിൽ ഇവ അവിടെ രജാംസി ഇവ എന്നാണ്. ഖേ രജാംസി ഇവ. ഖേ ആകാശത്തിൽ പൊടികളെ പോലെ ചുറ്റിത്തെറിയുന്ന ചെറിയ ചെറിയ ധൂളികളുണ്ടല്ലോ, അങ്ങനെ ചിലത് നീളത്തിൽ, ചിലത് വട്ടത്തിൽ, ചിലത് അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ കാണാം നമുക്ക്. അത് കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ സൂക്ഷ്മ ഈ ലെൻസോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നത് വേറെയുണ്ട്. ഇങ്ങനെ പൊടികൾ പറക്കണ പോലെ വാന്തി അതിങ്ങനെ ചുറ്റി കറങ്ങുകയാണ്. എന്ത് ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുക. വയസാ സഹ കാലചക്രത്തോടൊപ്പം. അതാണ് എത്ര കാലമാണോ ഈ പൊടി അവിടെ നിൽക്കേണ്ടത് വെച്ചാൽ അത്രയും കാലം, അത് കഴിഞ്ഞല്ല. അതാണ് ഇത് ഏതുകൊണ്ടാണോ ശ്രുതയ ഈ വേദങ്ങൾ ത്വയിഹി അങ്ങയിൽ തന്നെ ഫലന്തി ഇത് ഒടുക്കം അന്വയിക്കുന്നത് എല്ലാം ഭഗവാനിൽ തന്നെയാണ്. പൊടി ഭഗവാനിൽ നിന്നുണ്ടായതാണ്, അതേപോലെ ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാനിൽ നിന്നുണ്ടായതാണ്. നമ്മുടെ നാല് പോലുള്ള ഈ പലതും നമ്മിൽ നിന്നുണ്ടായതുണ്ടാവാം, അത് നമുക്കറിയില്ല, നമുക്ക് കാണാനും കൂടി പറ്റുന്നില്ല. എന്നിട്ട് വേണ്ടേ ബാക്കി വല്ല ചൊറിച്ചിലായിട്ട് അനുഭവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് അറിയാതെ കണ്ടേ. അന്തരീക്ഷത്തിലുള്ള പൊടിയിൽ പലതും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. അപ്പോൾ ചീത്ത വരുമ്പോൾ കുറച്ച് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അതേപോലെ പൊടി ഇങ്ങനെ ധാരാളമായിട്ട് വന്ന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിറ വ്യത്യാസം. അപ്പോൾ ചളി അതിങ്ങനെ തിരുമ്പി കഴിഞ്ഞാൽ ചളി പുറമേക്ക് വരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും പുറമേക്ക് വരും, പുറമേ നിന്നും നമ്മുടെ ദേഹത്തിലേക്ക് വരും. രണ്ടും കൂടിയിട്ട് ചളിയായിട്ട് ഇങ്ങനെ മാറും. ഇങ്ങനെ സത്തും അസത്തും ഭഗവാനിൽ നിന്ന് ബ്രഹ്മാണ്ടം മുഴുവൻ ഉണ്ടാകുന്നുണ്ട്, ലയിക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാലം നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെ അത് ഇന്നതാണ് എന്നുള്ളത് പറയാൻ സാധിക്കില്ല, എല്ലാം ഭഗവാനിൽ നിന്നാണ് എന്ന് അന്വയിച്ചു. അതത് ഈ പരമസത്യത്തിൽ നിന്ന് വേറിട്ടതല്ലാതെ കണ്ട് അല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. നിരസനേന അതിനെ തിരസ്കരിക്കുക എന്നുള്ളത് സാധിക്കില്ല. ഭവത് അങ്ങയിൽ തന്നെ നിധനാഹ അന്തിമ പ്രാപ്തി എവിടേക്കാണ്? ഈ ഭഗവാനിലേക്ക് തന്നെയാണ്. ഇതതിൻ്റെ പദച്ഛേദം. ശരിയും ഛേദിക്കാനുള്ള പദമൊന്നുമില്ല. ദ്വിപദയ ഏവ തേ ന യയുരന്തമനന്തതയ ത്വമപി യദന്തരാണ്ഡനിചയ നനു സാവരണ കൈവരജാംസി വാന്തി വയസാ സഹ യശ്രുതയ ത്വയി ഹി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാ. അതിൻ്റെ അന്വയം ദ്വിപദയ ഏവ ഈ ദേവലോകത്തിൻ്റെ അധിപതികൾക്ക് പോലും തേ അന്തം നയയു ഭഗവാന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അനന്തതയ കാരണം ഭഗവാൻ അത്രയും കൂടുതലാണ്. അതിൻ്റെ അനന്തത കാരണം കൊണ്ട് മാക്സിമം എന്നുള്ളതല്ല, അത് കാണില്ല, ഇൻഫിനിറ്റിയാണ്. അപ്പോൾ അന്തല്ല, അത്രയും കൂടുതലാണ്. നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്തും ഉണ്ടെന്ന് അർത്ഥം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തതാ കാണുന്നു, അതിൻ്റെ അപ്പുറത്തുണ്ട്. ഇങ്ങനെ അത് കഴിയണില്ല എന്നർത്ഥം. അതാണ് ആ കാരണം കൊണ്ട് ദേവന്മാർക്കും ഇത് സാധിക്കുന്നില്ല. ത്വം അഭി എന്തിനാ ഭഗവാനെ അങ്ങയ്ക്ക് പോലും ഇതിൻ്റെ അനന്തം ആയതുകൊണ്ട് അങ്ങയ്ക്ക് അറിയണ്ടോ? ഭഗവാനും അറിയണില്ല, അത്രയും കൂടുതലാണ്. അന്തം നയയു ഭഗവാനും അവിടേക്ക് എത്താൻ സാധിക്കില്ല. ഏതന്തര അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ഭഗവാനിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ഈ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവണത്. അത് മുഴുവൻ സാവരണാഹ അത് മായ കൊണ്ട് ഭഗവാൻ മറച്ചു.
ഈ സപ്താവരണങ്ങളെ കൊണ്ട്, പഞ്ചഭൂതങ്ങളും മനോബുദ്ധികളും. പ്രകൃതി മഹത്ത്, അതിലെ പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ തത്വങ്ങൾ പലതുമുണ്ട്. ഏതായാലും ആ തത്വങ്ങൾ, ആവരണങ്ങൾ നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി, ആ കൂടുതൽ നന്നാവുക. മനോബുദ്ധി പഞ്ചഭൂതങ്ങൾ, അങ്ങനെ മതി. അങ്ങനെ സപ്താവരണങ്ങളെ കൊണ്ട് മറച്ച് അണ്ടനിചയാഹ, എത്ര എത്ര ബ്രഹ്മാണ്ടങ്ങളാ, സമൂഹങ്ങൾ, നിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹങ്ങൾ, എത്ര ബ്രഹ്മാണ്ടങ്ങൾ, അണ്ടസമൂഹം, അണ്ടനിചയം, ബ്രഹ്മാണ്ട സമൂഹങ്ങൾ, അതിങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ? വയസ്സാ, ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതാത് കാലത്ത് മാത്രം. വയസ്സാന്ന് പറഞ്ഞാൽ കാലചക്രം, കാലം അങ്ങനെയാണല്ലോ, കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ കാലചക്രം കൊണ്ട് ഖേ, ഈ ആകാശത്തിൽ രജാംസീവ, അതാത് കാലത്തെ പൊടി കാണുള്ളൂ. മഴയാണെച്ചാൽ പൊടി കാണില്ല, മഞ്ഞാണെച്ചാൽ പൊടി കാണില്ല, കാരണം അത് കനം കൂടിയിട്ട് താഴത്തേക്ക് വരും. അപ്പോൾ പൊടി ഉള്ള സമയമുണ്ട്, പൊടി ഇല്ലാത്ത സമയമുണ്ട്, ചിലപ്പോൾ പുകയാവും. അപ്പോൾ അതിലുമുണ്ട് പൊടി. പലതും നമ്മൾ അന്തരീക്ഷത്തിൽ കളറുള്ളതും കളറില്ലാത്തതും, മഞ്ഞുള്ളതും മഞ്ഞില്ലാത്തതും, പലതും കനം കൂടിയതും കനം കുറഞ്ഞതും ഒക്കെ നമ്മൾ കാണും. കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ഒക്കെ കാണും. അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെ അതാത് കാലത്ത് അത് സംഭവിക്കുന്നു. ഖേ രജാംസി ഇവ, ഈ ആകാശത്തിലെ പൊടി പോലെ എങ്ങനെയാണോ നാം അനുഭവിക്കുന്നത്, അതേപോലെ ബ്രഹ്മാണ്ടങ്ങൾ ഭഗവാങ്കൽ നിന്നുണ്ടായിട്ട് നിലനിന്ന് ഭഗവാങ്കൽ തന്നെ ലയിക്കണം. അത് ഭഗവാന് പോലും ഇത്ര എന്ന് പറയാൻ നിവൃത്തിയില്ല, അത്രയും കൂടുതലാണ്. സഹവാന്തി, ഒരുമിച്ച് ഇങ്ങനെ ചുറ്റുകയാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ. നനു, അത് വല്ലാത്തൊരു ആശ്ചര്യമാണ്. അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. യത് അതഹ, അതുകൊണ്ട്, ഈ കാരണം കൊണ്ട്, ശ്രുതയ, വേദങ്ങൾ, ത്വയി ഫലന്തി, ഇതെല്ലാം ഭഗവാങ്കലേക്ക് അന്വയിക്കണു. ഇതെല്ലാം ഭഗവാങ്കൽ നിന്നാണ് ഉണ്ടായത്, ഭഗവാങ്കലാണ് അവസാനിപ്പിക്കുന്നത് എന്ന് വേദങ്ങൾ പറയണു. അത് ഉറപ്പ് തന്നെയാണ്. ത്വയി ഫലന്തി ഹി, ശ്രുതയ ത്വയി ഫലന്തി ഹി, ഈ വേദങ്ങൾ അങ്ങയിൽ തന്നെയാണ് ഇത് എത്തിക്കുന്നത് എന്ന് ഉറപ്പ്. അതന്നിരസനേന, അതല്ലാത്തതിനെ നിരസിക്കുന്നത് കൊണ്ട്, അതത് നിരസനേന, അതല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒന്നുമില്ല, അതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിനെ നിരസിക്കുക എന്നത് ഭവൻ നിധനാഹ, ഭഗവാനിൽ ആണ് അവസാനം കൊണ്ടെത്തിക്കുക. നിഷേധിച്ച് ഇതുമല്ല 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 ഇതുമല്ല, ഓരോ ബ്രഹ്മാണ്ടങ്ങളെയും നിഷേധിക്കുക, ഓരോ പൊടികളെയും നിഷേധിക്കുക. ഒക്കെ ഉണ്ടായത് ഭഗവാങ്കൽ തന്നെയാണ്, പക്ഷേ ചെന്ന് ചേരുന്നത് ഭഗവാങ്കൽ തന്നെയാണ്. അപ്പോൾ ഇതുമല്ല ഇതുമല്ല ഇതുമല്ല, അങ്ങനെ ഒന്നാണ് ബ്രഹ്മം. ഇതും അതാണ് ഇതും അതാണ് ഇതും അതാണ്, ഇതും അതിൽ നിന്ന് വന്നതാണ് ഇതും അതിൽ നിന്ന് വന്നതാണ്, ഇതും അതിലേക്ക് ചേരേണ്ടതാണ് ഇതും അതിലേക്ക് ചേരേണ്ടതാണ്. ഇങ്ങനെ വേദം ഈ ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ഭഗവത് പരമായിട്ട് ഭഗവാന്റെ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് സമർത്ഥിച്ചു. ഈ ശ്ലോകം കൊണ്ട് അതാണ് പറഞ്ഞത്. ഭഗവാന് ഒരു മറവോ അതല്ലെങ്കിൽ ഇത്ര എന്നോ പറയാൻ നിവൃത്തിയില്ല. അങ്ങനെയുള്ള അപരിമേയനായിട്ടുള്ള അപ്രമേയനായിട്ടുള്ള ഭഗവാനെ, അങ്ങയുടെ ഈ സച്ചിദാനന്ദ സ്വരൂപം, നിത്യസത്യം ആയിട്ടുള്ള ആ രൂപത്തെ ബ്രഹ്മാദി ദേവന്മാര്, മഹാദേവൻ തൊട്ടുള്ള ഒരാൾക്കും, മഹാലക്ഷ്മിക്ക് പോലും പറയാൻ സാധിക്കില്ല. വേദാന്ത വാക്കുകൾ അങ്ങയെ ഒട്ടും അറിയണില്ല. വേദാന്തോ ശാസ്ത്രോ ഒന്നും, പുരാണങ്ങൾക്കൊന്നും അങ്ങയെ, ഇതിഹാസങ്ങൾക്കൊന്നും പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഇതൊക്കെ ഒരു ബ്രഹ്മാണ്ടത്തിലാണേ. അങ്ങനെ എത്ര ബ്രഹ്മാണ്ടമുണ്ട്. അതുകൊണ്ട് വാച്യമായിട്ടുള്ള സകലത്തിനെയും തള്ളിക്കളഞ്ഞിട്ട് അവയുടെ ഏറ്റവും അവസാനമായിരിക്കുന്ന മൂലകാരണം, മൂലത്തിലേക്ക്, ഭഗവാങ്കലേക്ക് ഇത് മുഴുവൻ ലയിക്കണം. അങ്ങനെ എല്ലാം നിഷേധിച്ച് ബാക്കിയാകുന്നതായിട്ടുള്ള ആ ഭഗവാൻ ജയിക്കട്ടെ ജയിക്കട്ടെ, ജയ 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 ഹ്യജാമജിത, ഇങ്ങനെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ജയിക്കുമാറാകട്ടെ. ഇങ്ങനെ ഭഗവാനെ ജയിക്കട്ടെ ജയിക്കട്ടെ എന്ന് നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, നാരായണ ഹരേ ജയ, അത്രേ ഉള്ളൂ. എല്ലാം ജയിച്ചുകൊണ്ടിരിക്കട്ടെ, ഭഗവാൻ ജയിക്കട്ടെ, ഇങ്ങനെ സങ്കീർത്തനം ചെയ്തുകൊണ്ട് വേദങ്ങളും ഭഗവാനെ ഭജിക്കണം. അതുകൊണ്ട് ഭക്തിയാണ് ഏറ്റവും ഒടുക്കത്തെ ആശ്രയം. കാരണം നമ്മളെല്ലാവരേക്കാളും താഴെയാണ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, എല്ലാം ഭഗവാന്റേതാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു മഹത്വത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മാക്സിമം എന്ന നിലയ്ക്ക് കണക്കാക്കുക. അങ്ങനെ ആകുമ്പോൾ അതിന് നമുക്ക് ഈ ഭക്തി അല്ലാണ്ട് വേറെ മാർഗമില്ല. ഈ ഏറ്റവും താഴെയാണ് സ്നേഹിക്കുക, വിനയത്തോടു കൂടിയിട്ട് സമർപ്പിക്കുക, ശുശ്രൂഷാഭാവത്തോടു കൂടിയിട്ട് ഒക്കെ ചെയ്തു കൊടുക്കുക. ഏറ്റവും താഴ്മയാണ്. താഴ്മ എന്നുള്ളത് ഇല്ലാച്ചാൽ വേറെ ഒന്നും പറ്റില്ല. ഏറ്റവും നമ്മൾ ചെറുതാണ് എന്ന് അറിഞ്ഞില്ലാച്ചാൽ ഭഗവാൻ എത്താൻ സാധിക്കില്ല. ഇങ്ങനെ
ഭക്തിയെ ആശ്രയിച്ചോളൂ എന്ന് വേദം പറഞ്ഞു. എന്നിട്ടോ ഈ ശ്രുതി വേദമാതാക്കളെ എന്നാ പറയാം. ശ്രുതി മാതൃശാസനം, വേദം സ്വതേ ശാസനമാണ്. ശ്രുതി ശാസനം എന്നാ പറയാം. വേദമാകുന്ന മാതാവിൻ്റെ ആജ്ഞ, അത് നമ്മൾ ഭക്തരാകൂ എന്നാണ്. ഭക്തിയെ ആശ്രയിക്കൂ ഭഗവാനിലെത്താൻ വേണ്ടിയിട്ട്. ഭക്തിയും ജ്ഞാനവും ഭഗവാനിലെത്താനുള്ള ഉപായമാണ്. ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് മനഃശുദ്ധി കിട്ടിയാലേ പറ്റുള്ളൂ. മനഃശുദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് കർമ്മത്തെ കർമ്മയോഗമായിട്ട് ചെയ്തോളൂ. ഇതാണ് വേദത്തിൻ്റെ ആജ്ഞ. അങ്ങനെ ഈശ്വരനും സ്വന്തം അവധിയെ അറിയില്ല എങ്കിൽ ഈ സർവജ്ഞഭാവം നമ്മൾ കണക്കാക്കുന്ന സർവജ്ഞനാണേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സർവജ്ഞത്വം ഇല്ല, അങ്ങനെ സാധിക്കില്ല. ഈ സർവജ്ഞൻ ഭഗവാൻ പോലും അല്ല എന്നുള്ള ഒരു അഭിപ്രായത്തിൽ വേദങ്ങൾ അതിനെ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, പറയാതെ പറഞ്ഞു. അങ്ങനെയുള്ള ആ വസ്തുവിനെ ഇത്ര എന്ന് പറയാൻ സാധിക്കുമോ? ബ്രഹ്മം എന്നുള്ളത് ഇന്നതാണ് എന്ന് പറയാൻ സാധിക്കുമോ? പറയില്ല. കാരണം അതിൻ്റെ അനന്തത, അതിൻ്റെ അന്തമില്ലായ്മ, അതിനെ മറക്കാൻ പറ്റായിക, അതിനെ ഇത്ര എന്ന് അളക്കാൻ പറ്റായിക, ഒരു വേലിക്കുള്ളിൽ നിർത്താൻ പറ്റായിക, അങ്ങനെയുള്ള അതിനെ അറിയുക എന്നത് അസാധ്യമാണെങ്കിലും അറിഞ്ഞാലേ മുക്തിയുള്ളൂ. ഭഗവാന്റെ കൃപ കൊണ്ട് ഈ മുക്തിക്ക് അർഹത നേടിയ ഒരു ജീവന് ആ ജ്ഞാനത്തെ ലഭിക്കും. അതല്ലെങ്കിൽ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതങ്ങനെ ഒരു ശ്രുതിവാക്യമാണ്. അപ്പോൾ ആ ശ്രുതിവാക്യത്തെ അർത്ഥവത്താക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആ വേദങ്ങൾ സമർത്ഥിച്ചു. എല്ലാം ഭഗവാനാണ്, അത് സത്യമാണ്, നിത്യമാണ്, അനന്തമാണ്, ജ്ഞാനമാണ്, ബ്രഹ്മമാണ്, ഭഗവാനാണ്, പരമാത്മാവാണ്. ഇങ്ങനെ ഭഗവാനെയും ഭഗവത്വത്തെയും ഭഗവാന് പോലും അറിയില്ല എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് വേദം പോലും ആ ബ്രഹ്മാവസ്ഥയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്ന് നോക്കിയാൽ മതി. നമുക്കൊരറിവില്ല. എത്ര വലിയ പണ്ഡിതനായാലും എനിക്ക് അറിവില്ല എന്ന് പറയാത്ത പണ്ഡിതനാണെങ്കിൽ ആ പണ്ഡിതൻ പണ്ഡിതനല്ല, മൂഢനാണ്. വേദങ്ങൾ പറയണ പ്രകാരമാണെങ്കിൽ ആ പണ്ഡിതൻ മൂഢനാണ്, തമോ ഗുണിയാണ്, രജോ ഗുണി പോലുമല്ല. അതാ രസം. നമുക്ക് അറിവില്ല എന്ന് ആദ്യം നമ്മൾ കണക്കാക്കുക. നമുക്കൊരു കഴിവുമില്ല എന്ന് കണക്കാക്കുക. അറിവുമില്ല, കഴിവുമില്ല, നമ്മളെല്ലാറ്റിനേക്കാളും ചെറുതാണ്. ഇതാണ് നമ്മളെ ഭാഗവതം പഠിപ്പിക്കുന്നത്. ഇത് പഠിക്കാഞ്ഞാൽ ഭാഗവതം കയ്യിലെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഭഗവാനെ അറിയാനുള്ള ഒരു ശ്രമം നടത്തുന്നു നമ്മൾ എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. ഭഗവത്വത്തെ അറിയുക എന്നത് എളുപ്പമല്ല. നമുക്ക് ആകെ ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ഒടുക്കം ഇതിനെ സമർത്ഥിച്ചെടുക്കുന്ന ശ്രീധരാചാര്യർ അങ്ങനെയാണ്. ദ്യുപതയോ വിദുരന്തമനന്തത്തെ ന ച ഭവാദ് ന ഗിര ശ്രുതിമൗലയ ത്വയി ഫലന്തി യതോ നമ ഇത്യതോ ജയ ജയേതി ഭജേ തവ തൽപദം. അല്ലയോ അനന്തമായിട്ടുള്ള, എത്രയെന്ന് പറയാൻ നോക്കില്ലോ, അങ്ങനെയുള്ള ഭഗവാനെ ഈ ദേവന്മാർക്ക് പോലും അങ്ങയെ അറിയുന്നില്ല എങ്കിൽ, ഋഷികൾക്ക്, ദേവന്മാർക്ക്, ജ്ഞാനികൾക്ക്, സൂര്യകൾക്ക്, പണ്ഡിതന്മാർക്ക്, ഭക്തന്മാർക്ക് പോലും ഭഗവാനെ അറിയുന്നില്ല കേട്ടോ. ഭക്തന്മാരാണ് ഭഗവാനെ അറിയാമെന്നാണ് പറയുക. അപ്പം ജ്ഞാനികൾക്കും ഭക്തന്മാർക്കും ഭഗവാനെ അങ്ങനെ അറിയില്ല, ദേവന്മാർക്ക് അറിയില്ല. ഉദാത്തങ്ങളായിട്ടുള്ള ഈ വേദങ്ങളിലെ അതീന്ദ്രിയമായിട്ടുള്ള ഈ ജ്ഞാനം പോലും പറയപ്പെടുന്ന ഈ വാക്കുകൾ അങ്ങയെ നന്നായിട്ട് വിവരിക്കുന്നുണ്ട് എങ്കിലും ഫലവത്താക്കുന്നത് ഇൻഫിനിറ്റി എന്ന നിലയ്ക്കാണ്, അനന്തമാണ് എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് അങ്ങയെ ഞാനിതാ ആശ്രയിക്കുന്നു, നമസ്കരിക്കുന്നു, ഞാനിതാ ഭക്തിഭാവത്തിലേക്ക് എത്തണു. അതിന് എന്നെ അങ്ങ് അനുഗ്രഹിക്കണേ. അങ്ങ് ജയിക്കട്ടെ. എന്തിനാ അങ്ങ് ജയിക്കണത്? എനിക്ക് ഭക്തി തരാനായിട്ട്, എനിക്ക് ജ്ഞാനം തരാനായിട്ട്, എനിക്ക് മുക്തിക്ക് അർഹത തരാനായിട്ട്. അതിങ്കൽ എങ്ങാണ്ട് വസിക്കുന്നതായിട്ടുള്ള നമുക്ക് ഈ അനന്തമായിട്ടുള്ള ഗോളത്തിൻ്റെ ഒന്നും അറിയാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കില്ല. വളരെ വളരെ കുറച്ചേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ബ്രഹ്മാണ്ടം എന്നുള്ളത് ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ അറിയാതെ കണ്ട് തന്നെ പുറത്തേക്ക് വന്നിട്ട് നിന്ന് ലയിക്കുന്നതാണ്.
അങ്ങനെ കോടി കോടി ബ്രഹ്മാണ്ടങ്ങളാണ്. അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഭഗവാന് പോലും അറിയില്ല. അപ്പോൾ പിന്നെ ഭഗവാന്റെ ഭഗവത്വത്തെക്കുറിച്ചോ എന്നാണ് വേദം സമർത്ഥിച്ചത്. അതുകൊണ്ട് വേദത്തെ ഉപാസിക്കുന്നതായിട്ടുള്ള, വേദത്തിലൂടെ ഭഗവാങ്കൽ എത്താൻ വേണ്ടി പ്രയത്നിക്കുന്നതായിട്ടുള്ള നമുക്കും ഈ ഒരു ഭാവത്തിൽ ഭഗവാനെ ആശ്രയിക്കാം. ഭക്തി തരൂ, വേറൊന്നും വേണ്ട. പിന്നെ മുക്തിക്ക് അർഹതയുണ്ടെങ്കിൽ ജ്ഞാനം തന്നോട്ടെ, അത്രയേ ഉള്ളൂ. 4-5 പുസ്തകങ്ങൾ 5-6 പുസ്തകങ്ങൾ എഴുതിയ എനിക്ക് മനസ്സിലാവും ജ്ഞാനം എന്നുള്ളത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. ശിവപുരാണം, ഭാഗവതം, ദേവീ മാഹാത്മ്യം, ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ ഇത്രയും എഴുതിയ എനിക്ക് അറിയാം എനിക്ക് ജ്ഞാനമില്ല എന്നുള്ളത്. ഇങ്ങനെ ഓരോരുത്തരും, വേദവ്യാസൻ പറഞ്ഞത് ഇത് ഭഗവാൻ എന്നെ കൊണ്ട് ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചു, എനിക്കറിയില്ല. ഇതാണ് വേദവ്യാസൻ പറഞ്ഞത്. ആ വേദവ്യാസൻ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ വേദവ്യാസന്റെ വാക്കുകളാണ് ഈ വേദങ്ങള്, ശ്രുതികൾ, വേദങ്ങള് തരുണികളായിട്ട് സ്ത്രീരൂപിണികളാണ്. അവര് ഭഗവാനെ സ്തുതിച്ചത്. ഞങ്ങൾക്ക് ഭഗവാനെ അറിയില്ല, ഭഗവാന് പോലും ഭഗവാനെ അറിയില്ല. അപ്പം അതുകൊണ്ട് നമുക്കും ആശ്രയിക്കുക എന്ന ഭാവം, ഭക്തി ഭാവത്തിലെത്തുക. അപ്പോൾ ഭക്തി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഏറ്റവും താഴെ, ഏറ്റവും ചെറുത്, നമ്മളെക്കാൾ മീതെയാണ് ബാക്കിയെല്ലാം എന്ന് കണക്കാക്കിക്കൊണ്ട് ആശ്രയിക്കുക. വിനയഭാവത്തെ, വിനയ ശുശ്രൂഷാഭാവത്തെ ഉണ്ടാവട്ടെ. ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ശ്ലോകം ഒന്നുകൂടി വായിച്ച് ഭഗവാനെ കേൾപ്പിക്കാം. ദ്യുപതയ ഏവ തേ നയയുരന്തമനന്തതയാ ത്വമപി യദന്തരണ്ഡനിചയാ നനു സാവരണ ഖൈവരജാംസി വാന്തി വയസാ സഹ യശ്രുതയസ്ത്വയി ഫലന്ത്യതന്നിരസനേന ഭവൻ നിധനാ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു, നാരായണാർപ്പണമസ്തു, കേശവാർപ്പണമസ്തു. സർവം ഓം തത്സൽ. ശ്രീ ഗുരുവായൂരപ്പ നാരായണ. ഇത് ഭഗവാൻ സ്വീകരിക്കുമാറാകട്ടെ. ശ്രവിച്ച് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുക. 28 ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 28 ശ്ലോകങ്ങളും അത് പ്ലേ സ്റ്റോറിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നിച്ച് കേൾക്കാൻ സാധിക്കും. അത് കേട്ട് ഒഴിവുള്ള സമയം ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്. അങ്ങനെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഭഗവാൻ വേണ്ട രീതിയിൽ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാനുള്ള ആ ബുദ്ധിവിശേഷത്തെ തരുമാറാകട്ടെ. ഭഗവാനെ ആശ്രയിക്കാൻ സാധിക്കുമാറാകട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി. 904803 9304 എൻ്റെ ഫോൺ നമ്പർ. ശ്രീ ഗുരുവായൂരപ്പ നാരായണ.